guys, welcome back to India Diaries YouTube channel. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എല്ലാവരും നടത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ പേര് നടത്തിയിട്ടുണ്ടാവില്ല. ചിലവർ പഴയ സാധനങ്ങൾ യൂസ് ചെയ്യണവരുണ്ടാവും, ചിലവർ പുതിയത് യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലത് പകുതി പുതിയത് പകുതി പഴയത് അങ്ങനെ ഉണ്ടാവും. സോ ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും പുതിയതാണ്. കാരണം ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പോലെ ഞാൻ നെക്സ്റ്റ് 7th അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഐറ്റംസൊക്കെ മേടിച്ചത്. പിന്നെ നോട്ട്ബുക്ക് അങ്ങനെ പൗച്ച് അങ്ങനെയൊക്കെ മേടിക്കുന്നല്ലാണ്ട് വേറെ അങ്ങനെ ഒന്നും മേടിക്കാറില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബട്ട് കുറേയെന്ന് വെച്ചാൽ ഓവറൊന്നുമല്ല, വേണ്ട കുറച്ച് സാധനങ്ങൾ അങ്ങനെയായിട്ട്. ആൻഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 5 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് ആക്കി തരണം. ഇതിൽ 5 ആക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. സോ നമുക്ക് സാധനങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. കൂടുതലും പിന്നെ നോട്ട്ബുക്സ് ആവും, ബിക്കോസ് നോട്ട്ബുക്ക് ആവശ്യമുള്ളതാണല്ലോ. പിന്നെ ഗൈസ് ഞാൻ ഇതുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് 2 ഞാൻ ഇത് 3 ഇതും ഞാൻ കുന്നംകുളത്തുനിന്ന് മേടിച്ചതാണ്. ബാക്കിയുള്ള എല്ലാം ചാവക്കാട് കേരള ഗിഫ്റ്റ് ഹൗസിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. നല്ല ഓഫറൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേടിക്കാനും കാരണം കേട്ടോ. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോട്ട്ബുക്കിൽ നിന്ന് തുടങ്ങാം. നോട്ട്ബുക്ക് 10 നോട്ട്ബുക്സാണ് മൊത്തത്തിലുള്ളത്. അതിൽ 12 നോട്ട്ബുക്സാണ് ടോട്ടലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ ക്ലാസ്മേറ്റിന് ടോട്ടൽ 4 നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ 2 നോട്ട്ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ശബ്ദമൊക്കെ പോയി ഗൈസ്. അങ്ങനെ അപ്പോൾ ഇത് മൊത്തത്തിൽ 12 നോട്ട്ബുക്സിന് 192 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നോട്ട്ബുക്ക് നമുക്ക് മാറ്റിയിട്ട് 2 നോട്ട്ബുക്ക് മാറ്റിയിട്ട് ഞാൻ 2 ലൈനില്ലാത്ത നോട്ട്ബുക്സ് ആക്കി. എല്ലാ ലൈനുള്ളതായിരുന്നു കേട്ടോ. 12 നോട്ട്ബുക്ക് ഇതിലുണ്ടായിരുന്നത് ലൈനുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ 2 മാറ്റി ലൈൻ ഇല്ലാത്തതാക്കി. ബിക്കോസ് മാത്സിന് വേണ്ടിയിട്ട് ഞാൻ ലൈൻ ഇല്ലാത്തത് എടുത്തതാണ്. ഈ 2 ഇതാണ്. എന്നാലും ഇത് 12 ഉണ്ട്. ഓക്കെ, ഇത് 192 റുപ്പീസിന് എനിക്ക് കിട്ടി. ആൻഡ് ദെൻ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കാണ്. ക്ലാസ്മേറ്റിൻ്റെ നമ്മൾ 4 നോട്ട്ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. 1 2 3 4 നമുക്ക് 2 നോട്ട്ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു നോട്ട്ബുക്കിൻ്റെ ഞാൻ ഇപ്പോൾ എടുത്ത നോട്ട്ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയണത് 60 റുപ്പീസാണ്. 172 പേജസാണ് ടോട്ടലുള്ളത്. ഞാൻ എല്ലാത്തിൻ്റെ MRP പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. മേക്ക് മിസ്റ്റേക്ക്, എറേസ് ദം ആൻഡ് മൂവ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് നല്ല പിക്ചർക്ക് ഇതിനാണ് ഏറ്റവും ഇഷ്ടമായത്. എന്നാലെല്ലാം രസമുണ്ട്. ചട്ടിടാൻ തോന്നുന്നില്ല, പക്ഷേ ഇതൊക്കെ എനിക്ക് നോട്ട്സിനായിട്ട് മേടിച്ചതാണ്. പിന്നെ സെക്കൻഡ് നോട്ട്, 2ാമത്തെ നോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നോട്ട്സൊക്കെ മേടിച്ചിട്ടുള്ളത്. പിന്നെ റഫ് ബുക്ക് തന്നെ എടുത്ത് കഴിയും, കാരണം അത്രയും ഞങ്ങൾക്ക് എഴുതി പഠിക്കാനൊക്കെ കുറേ തരാറുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കാര്യങ്ങൾ. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ വേറൊരു ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് ഉണ്ട്. ഈ ക്ലാസ്മേറ്റിൻ്റെ നോട്ടിന് 48 റുപ്പീസാണ്. ഇത് എത്ര പേജിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 172 പേജിൻ്റെയാണ് ഈ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്. ഇത് നമുക്ക് 30 റുപ്പീസിനാണ്. ഇത് ഓഫറൊന്നും ഇല്ല കേട്ടോ, ഇത് നോർമലാണ് 30 റുപ്പീസ്. ഇതിലും 172 പേജ് ഉണ്ട്. ഓക്കെ, ദെൻ ബാക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഫുഡിൻ്റെ സാധനത്തിലേക്ക് കിടക്കാം. ഐ മീൻ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്നെ കണ്ണാടി പോലെ ഇതിൻ്റെ അകത്തുനിന്ന് കാണാണ്ട്, കണ്ടോ ഞാൻ ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കണത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കളേഴ്സ് ഉണ്ടായിരുന്നത് ഒരു പേസ്റ്റൽ കളറായിട്ടുള്ള ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രൗണ് ഉണ്ടായിരുന്നു, പിന്നെ ഏതുണ്ടായിരുന്നു ഒരു സിൽവർ, അങ്ങനത്തെ ഒരു ഇതായിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ചും കൂടിയും ഇതിലോട്ട് മാച്ചായിട്ട് തോന്നിയത് എനിക്ക് പിങ്കാണ്. സത്യം പറഞ്ഞാൽ വലിയ മാച്ചൊന്നും ഇല്ല, എങ്കിലും കുറച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടത് 4 കളേഴ്സിലും പിങ്കാണ്. സോ എൻ്റെ കഴിഞ്ഞ ലഞ്ച് ബോക്സും പിങ്ക് തന്നെയായിരുന്നു. ഇത് നല്ല രസമുണ്ട് കാണാൻ, കണ്ടോ. നമുക്കിപ്പോൾ നമ്മുടെ ഫേസസൊക്കെ വല്ല നാശമായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്തിട്ട് ക്യാമറ കാണുന്ന പോലെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, പക്ഷേ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് വേറെ വിഷയം. അങ്ങനെ ഗായ്സ് ഇതിന് സ്പൂണൊക്കെ ഉണ്ട്. സ്പൂൺ പിന്നെ എല്ലാത്തിനും ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് വലുതാണ് മേടിച്ചത്, കാരണം ഇതിൻ്റെ ഒപ്പം സാധാരണ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂടിയിടുമല്ലോ, മൂടിയിട്ട് ഇതിനെ മേലെ ഇങ്ങനെ വെച്ചിട്ടാണ് എൻ്റെ ലഞ്ച് ബോക്സ് പൊതിയാറ്. സോ ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. സ്പൂണ് ഞാൻ എൻ്റെ ബാഗിൻ്റെ അകത്ത് വിട്ടു, ഞാൻ വല്ല ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെയായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 999 ആണ്, എന്ന് പറഞ്ഞാൽ 999 ആണ്, 1000 രൂപ അങ്ങനെ പറയാം നമുക്ക്.
അപ്പോൾ നമുക്കിത് ഓഫറിലാണ് ഞാനിത് മേടിച്ചത് കേട്ടോ ഗൈസ്. ഓക്കെ, ഓഫറിലാണ് മേടിച്ചത്. പക്ഷേ ഓഫർ പ്രൈസ് അതല്ല കേട്ടോ, റിയൽ പ്രൈസ്. ഓഫർ പ്രൈസായിട്ട് നമുക്കിതാ 699 700 റുപ്പീസാണ്. കണ്ടോ, MRP ശരിക്കുള്ള MRP 999 ആണ്. പക്ഷേ ഓഫർ പ്രൈസ് 699 700. സോ ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. ദെൻ നമ്മൾ വാട്ടർ ബോട്ടിൽ എവിടെ? ഗൈസ് ഒരു കാര്യം പറയാം, ഞാൻ പർപ്പിളിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. സോ കുറച്ച് കാലമായി ഞാൻ 5ാം ക്ലാസ്സിലേക്ക് മാറിയപ്പോൾ പർപ്പിളിനോടുള്ള ഇഷ്ടം തുടങ്ങിയതാണ്. ഓക്കെ, സോ നമുക്ക് വെള്ളം കുപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ വെള്ളം കുപ്പി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് 500 രൂപ. അതെന്തോ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. 500 രൂപയാക്കി തന്നത് ഇത് കണ്ടോ, ഒരു കളറ്. ഇതെല്ലാ കുപ്പി അവിടുത്തെ എല്ലാ കുപ്പിയിലും ഇതുപോലെ ഒരു കളറുണ്ട്. സോ ഇതിൽ ഏറ്റവും കുറഞ്ഞ ഇങ്ങനത്തെ കളർ കുറച്ച് കുറവുള്ളത് ഈ ഒരു കുപ്പി മാത്രമാണ്. അതാണെങ്കിൽ ഇങ്ങനെ സ്ട്രാപ്പ് വെച്ചിട്ട് മൂടണുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ പറയോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കളർ ഉണ്ടെന്ന്? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇങ്ങനെ കളറുള്ളതുകൊണ്ട് ഞങ്ങൾ കടക്കാരോട് പറഞ്ഞിട്ട് ഇങ്ങനെ 500 രൂപയാക്കി തന്നതാണ്. ഇത് ശരിക്കും 599 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മളത് 500 ആക്കി. ഓക്കെ, കാരണം ഇങ്ങനെ കളറുള്ളത് നമ്മൾ ഇതിൻ്റെ ആ സ്റ്റാൻഡേർഡാണ് പോകുന്നത്. ശരിക്കും ഇതിന് 1080 രൂപയാണ് ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ ശരിക്കുള്ള MRP കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലൊന്നായിട്ട് തുറക്കില്ല കേട്ടോ ആശൻ. നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് തുറക്കുള്ളൂ. അഥവാ ഇനിയിപ്പോൾ മിഡിലാണ് നിൽക്കണമെങ്കിൽ എന്നുണ്ടെങ്കിലും തുറക്കില്ല. കാരണം നമുക്ക് ഇവിടെ എംബ്ലങ്ങൾ കാണാൻ പറ്റും, അൺലോക്കും ലോക്കും ആയിട്ട്. അങ്ങനെയുള്ളൊരു കുപ്പിയാണിത്. അപ്പോൾ നല്ല സേഫ്റ്റിയാണ്. എന്തായാലും നല്ല വാറണ്ടി ഉണ്ടെന്ന് വിചാരിക്കണം. 1 വർഷത്തെ വാറണ്ടി കാർഡ് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടി. ദെൻ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്രാജിൻ്റെ 2 സ്കെയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സ്കെയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന്. പിന്നെ ഞാൻ യൂസ് ചെയ്യണ പെൻ ഇതാണ്. ജർമ്മനിയാണ് കേട്ടോ ഗൈസ്, റിച്ച് അല്ല. പിന്നെ എക്സോ ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ ബ്ലൂ ആണ് ഇതിൻ്റെ യൂസ് ചെയ്യണത്. ഞാൻ 5ാം ക്ലാസ് വരെ ബ്ലാക്ക് ആയിരുന്നു. 6ാം ക്ലാസ് കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ബ്ലൂയിലോട്ടുള്ള ചേഞ്ച് വന്നത്. പിന്നെ ഗായ്സ് ഞാനൊരു ഹൈലൈറ്റർ മേടിച്ചു. അതും പർപ്പിൾ തന്നെ. പർപ്പിളിനോട് ഞാൻ പറഞ്ഞില്ല ഇഷ്ടമുള്ളതുകൊണ്ട് പർപ്പിൾ മേടിച്ചു. പിന്നെ ഗായ്സ് നമ്മൾ ഡോംസിൻ്റെ ഒരു എന്താ പറയുക പെൻസിൽ ബോക്സ് അല്ല, പെൻസിൽ അത് മേടിച്ചു. ഇതിനൊപ്പം ഫ്രീ ആയിട്ട് ഇതുപോലത്തെ ഒരു എറേസറും അതുപോലെ ഷാർപ്പനറും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എറേസറും ഷാർപ്പനറും മേടിച്ചില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഗൈസ് നമ്മൾ മേടിക്കണം വെറുതെ? അങ്ങനെ ഇനിയിപ്പോൾ നാശമാവുകയാണെങ്കിൽ തന്നെ നമുക്ക് മേടിക്കാമെന്നല്ലാണ്ട്. പിന്നെ ഗായ്സ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതും പർപ്പിൾ. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സാധനം പർപ്പിളല്ല. ഇത് നമ്മൾക്ക് സെറ്റ് സ്ക്വയർ, 2 സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, സ്കെയില്. അപ്പോൾ അങ്ങനെയായിട്ടുള്ളൊരു സെറ്റാണ്. ഇതിന് ടോട്ടൽ 30 റുപ്പീസാണ് ഇതിൻ്റെ ഇതുണ്ടായിരുന്നത്. അതാ 30 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. ഈ ഒരു ഇതിന് 50 റുപ്പീസ്. ഈ ഒരു ഒറ്റ ഇതിന് 90 റുപ്പീസാണ്. അങ്ങനെയായിട്ടാണ്. പിന്നെ ഗായ്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൈസ്, ഞാൻ പർപ്പിൾ നോക്കി നടന്നതാണ്. ഇത് ഞാൻ കുന്നംകുളത്ത് നിന്ന് മേടിച്ചതാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ കുന്നംകുളത്ത് എന്താ പറയുക, കൽപ്പകയല്ലേ, കൽപ്പകയുടെ അവിടുത്തെ ഒരു കട, അവിടെ ചെറിയ കട ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചതാണ്. ആ ഒരു കൽപ്പക എത്തണേറ്റ് മുന്നുള്ള ഒരു ഇറക്കുണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അതാണ് അങ്ങനെ. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഒരു കളർന്ന്. പക്ഷേ നേരിട്ട് കാണണം. അതാണ് ഞാൻ ഇത് കേരള നോക്കി പിന്നെ അങ്ങനെ കുറേ കടയിൽ നോക്കിയിട്ട് അവസാനം എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഗൈസ് അവിടെ നിന്ന്. പിന്നെ കുന്നംകുളം പിന്നെ ഹോൾസെയിൽ കട കുറേ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത് എനിക്ക് 100 റുപ്പീസാണ് കേട്ടോ ഈ ഒരു പൗച്ചിന്. എന്നാലും പർപ്പിൾ എനിക്ക് കിട്ടിയില്ല. എനിക്ക് നല്ല രസമുണ്ട് ഗൈസ്. നല്ല പിൻട്രസ്റ്റ് ആൻഡ് ഈസ്തെറ്റിക്കാണ്. എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഈസ്തെറ്റിക്കാണ് ഗൈസ്. ഋതന്യ പറഞ്ഞു എൻ്റെ ഉള്ള കുറേ സാധനങ്ങൾ ഭയങ്കര ഈസ്തെറ്റിക്കാണെന്ന്. നേരിട്ട് കാണുമ്പോൾ ഈസ്തെറ്റിക് അങ്ങനെ. പിന്നെ ഗായ്സ് ഞാൻ ഇത് ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ബട്ട് സാധനം കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങോട്ട് മേടിച്ചു, അത്രേ ഉള്ളൂ. ഇത് ഞാൻ നെസ്റ്റോല് തൃശ്ശൂർ പോയപ്പോൾ നെസ്റ്റോല് കണ്ടത് ഇതിന് 100 റുപ്പീസാണ്. ആൻഡ് ഇവിടെ ഗിഫ്റ്റ് ഹൗസിൽ നിന്ന് മേടിച്ചതിന് ഇത് 45 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാൻ. സോ ഞാൻ ഇത് എവിടെയും കൊളത്തിയിടില്ല, എവിടെയും മേടിക്കില്ല. എൻ്റെ ബാഗിൻ്റെ അകത്ത് ഞാൻ എടുത്ത് വയ്ക്കും. അല്ലാണ്ട് ഞാൻ ഒരു ചളിയാകില്ല ഗൈസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചളിയാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള
ഒരു മറ്റേ നെയിം സ്ലിപ്പാണ്. സാധാരണ ഞാൻ ചെറിയ സിമ്പിൾസൊക്കെ, ഫോർ എക്സാമ്പിൾ വല്ല ഫ്ലവേഴ്സിൻ്റെയോ അങ്ങനെ വല്ല ക്യാരക്ടേഴ്സിൻ്റെയോ അങ്ങനെയൊക്കെയാണ് ഞാൻ മേടിക്കാറ്. പ്രാവശ്യം എനിക്ക് അവിടെ നിന്നൊന്നും അത്ര എനിക്ക് അങ്ങനത്തെ ഇഷ്ടമായില്ല. കൂടുതലും മറ്റേ സ്പൈഡർമാൻ അങ്ങനത്തെ ബോയ്സിന് പറ്റിയ ടൈപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു പ്രാവശ്യം സിമ്പിളാക്കാമെന്ന്. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്, ഇറ്റാലിക്കിൽ എഴുതിയിട്ട് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇത് പിന്നെ ഗായ്സ്, പിന്നെ ഇത് 2 ഐറ്റം കൂടിയുള്ളൂ നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാനായിട്ട്, എന്താ സംഭവങ്ങൾ പറയാനായിട്ട്. പിന്നെ ഗായ്സ് നമ്മളൊരു റെയിൻ കോട്ട് മേടിച്ചു. ബിക്കോസ് മഴയാണല്ലോ ഇനി വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെയിൻ കോട്ട് മേടിക്കാമെന്ന്. ഇത് ഞാൻ കുന്നംകുളത്ത് നിന്നാണ് മേടിച്ചത് കേട്ടോ. റെയിൻ കോട്ട് എനിക്ക് വേണം. ഞാനൊരു മെറൂൺ, ഞാൻ പർപ്പിൾ നോക്കി, പർപ്പിളില്ല. ഇത് പർപ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ, ഇത് ഡാർക്ക് ബ്ലൂ ആണ്. സോ എൻ്റെ മാമൻ കൊണ്ടാക്കാൻ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണതാണെങ്കിൽ തിരുവത്രയിലാണെങ്കിൽ, തിരുവത്ര ഒരു പാലം ഉണ്ടെങ്കിൽ അപ്പുറത്തെ പാലത്തേക്ക് പോകണം ഞങ്ങൾ. അങ്ങനെയാണ് ഇവിടെ ഫുള്ള് നാഷണൽ ഹൈവേ ഒക്കെ ആയിട്ടാണ്, അങ്ങനെയാണല്ലോ ഗൈസ്. അപ്പോൾ 2 റെയിൻ കോട്ട്സ് മേടിച്ചു. ഇതിലൊരെണ്ണം എനിക്ക്. അങ്ങനെ റെയിൻ കോട്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ ബന്ധപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഗായ്സ് ഇതിപ്പോൾ വലിയ സാധനമൊന്നുമല്ല, നമ്മുടെ ഫുഡ് വെയർ ആണ്. യെസ് ഗൈസ്, ചെരുപ്പ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ചെരുപ്പാണ് ഞാൻ മേടിച്ചത്. കാരണം മഴക്കാലം വരുമ്പോൾ ചെരുപ്പ് വേണമല്ലോ. അങ്ങനെയായിട്ട് എന്തായാലും എൻ്റെ സ്കൂളിൽ നിന്ന് എപ്പോഴും പറയണതാണ്, മഴക്കാലം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരും മഴയായി, അപ്പോൾ ബ്ലാക്ക് സ്ട്രാപ്പുള്ള ചെരുപ്പാണ് ഞങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളൂ. സോ ഇത് ഞാൻ കുന്നംകുളത്ത് ഞാൻ പറഞ്ഞില്ല, ആ ഇറക്കത്തു നിന്ന് മേടിച്ചതാണ്. ഈ ഒരു സിമ്പിൾ ചെരുപ്പാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെത്. എൻ്റെ സൈസ് 6 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ മേടിച്ചു. എൻ്റെ കറക്റ്റാണ്, കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. പക്ഷേ എനിക്ക് ഓൾറെഡി ഒരു ചെറിയ ബോ ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്നും എനിക്ക് കാണുമ്പോൾ രസമുണ്ട്, ബട്ട് കാലിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ബോറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. പിന്നെ ഗൈസ് വേറൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോക്സൊക്കെയാണ്. അതൊക്കെ ബാക്ക് ടു സ്കൂളിൽ ബന്ധപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. 3 സോക്സ് മേടിച്ചു. 50 റുപ്പീസാണ് ഒരു സോക്സിന്. എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് തന്നെയാണ് എൻ്റെ സോക്സിൻ്റെ. ബട്ട് എൻ്റെ ഷൂവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. ബട്ട് ഈ ചെരുപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് എനിക്ക് 6. ഇത് പിന്നെ എനിക്ക് നല്ല ലെങ്ത്ത് ഉള്ളത് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ മുട്ടിൻ്റെ മേലെ കുറച്ച് ഇത്ര ആയിട്ടുള്ളത് മാക്സിമം വേണം ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്കൂൾ റൂൾ. ദെൻ നമ്മുടെ ഒരു ബാഗാണ് നമ്മൾ മേടിച്ചത്. കണ്ടോ, ഇപ്രാവശ്യം ഒക്കെ പുതിയതാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മേടിച്ചതാണ്, എന്നിട്ട് ഇപ്പോഴാണ് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതാ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ മേടിച്ചത്. കടയുടെ ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി ഉള്ള ഒരു ബാഗാണ്. അടിപൊളി ബാഗാണ്, സൂപ്പർ. ഇവിടെ 1 കള്ളി, 2 കള്ളി, 3, 4, 5 കള്ളിയായിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇത്രയധികം കള്ളി വെച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്സൊക്കെ വെക്കും, ആൻഡ് ഇവിടെ ഞാൻ നോട്ട് ബുക്സൊക്കെ വെക്കും. പിന്നെ ഞാൻ ഇവിടെ ലഞ്ച് ബോക്സ് വെക്കും. ഇവിടെ പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനം ലൈക്ക് ഹൈലൈറ്റർ അങ്ങനെ ഇതൊക്കെ ഇവിടെ വെക്കാം ഞാൻ വിചാരിച്ചു. പിന്നെ ഇവിടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കും. പക്ഷേ എനിക്ക് ഇവിടെ വെക്കാൻ തീരെ ധൈര്യമില്ല. ചിലപ്പോൾ ഇതുവഴി ഇങ്ങനെ പുറത്തേക്ക് പോയാലോ അങ്ങനെ വെച്ചിട്ട്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്, നല്ല സ്പേസും നല്ല ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു ഈ ബാഗിന്, അത്ര അടിപൊളിയാണ്. സോ ഗൈസ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തിയത്. സോ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ബിലോ. പക്ഷേ നിങ്ങൾ കമൻ്റ് ഒന്നും ചെയ്യണില്ല, കാരണം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഫോൾട്ട് മനസ്സിലാക്കാൻ പറ്റും, ആൻഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമുണ്ടാവും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് റെഡി ആവും. ചിലപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പറയാം ഗൈസ്, ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ NDR ഡയറീസ് എന്ന പേര് ചിലപ്പോൾ മാറ്റും. ഇതിനെ പറയേണ്ടത് NDR ഡയറീസ് നല്ല ബോറാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അത്ര ഇതില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ NDR ഡയറീസ് തന്നെയായിരിക്കും. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതിനെ ഒരു ലൈക്കെങ്കിലും ചെയ്യണം ഗൈസ്. ഓക്കെ, ഒരു സബ്സ്ക്രൈബെങ്കിലും ചെയ്തില്ലെങ്കിലും മതി, ലൈക്ക് ചെയ്തില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വേണമായിരിക്കും. ടാറ്റാ.